മായ അവിടെ ഇല്ല. അവള് നിന്റെ വീട്ടിലാ. അമ്മ അവിടെ തനിച്ചുള്ളെന്ന് പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി. എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്നൊന്ന് തെളിച്ചിട്ട് വരാം. ഓ അല്ല, അവൻ അത്രയ്ക്കും ടാറ്റയോ ബിർലയോ ഒന്നല്ലല്ലോ. ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത്. അല്ല പുന്നമ്മേ, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീറ്റിമാര് കൈ നീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണത്. ഛേ, എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി. നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇത്. കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി, കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നാഥല്ല ഉണ്ടാവും. ഛേ, ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പ തോലുരിയ നീ എന്താ വല്ല പാമ്പോ സർപ്പമറ്റാണോ? രാവകലോളം അവന്റെ കൂടെ നടന്നിട്ട് ഇത്തിരി സമയം കിട്ടിയ അവനെ പറ്റി പരദൂഷണം. ഇത് ശരിയാണോ മണി? അത് ശരി. അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ? എന്താ? അല്ല, അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാനേ പാതാള ഭൈരവിയുടെ കഥ പറയായിരുന്നേ. അതെ, ബാക്കി ഞാൻ പറഞ്ഞോടാ. അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം. അവിടെ ഞാൻ ഇടിക്കൂട്ടോ. നീ എന്നെ ഇടിക്കുമല്ലേ? ആ ഇടല്ല, അരിടി. അപ്പുന്നമ്മ ഞാൻ പിന്നെ ഒന്ന് ഇടിച്ചേട്ടാ. അല്ല, ഈ നേരം വരെ ഈ വീട്ടിലൊരു കട്ടൻ കാപ്പി പോലെ ആയില്ലേ? അമ്മയാവുന്ന എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അപ്പോ എന്തോ അവളകത്തില്ല. ആര്? അയ്യോ പാവം, അധികം വിളച്ചെടുക്കല്ലേ. പിന്നെ എവിടെ പോയി? ആര്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അധികം വിളച്ചെടുക്കല്ലേ. കൊറേ കടുക്കാച്ചി പിള്ളേരോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. അവരെക്കാളും ചെറിയ കുട്ടിയെന്നാ വിചാരം. അവള് തുള്ളിച്ചാടി നടക്കട്ടെ. അതിന് അമ്മയ്ക്ക് എന്താ? അമ്മായിമ്മ പോരി ഇപ്പോഴേ തുടങ്ങിയില്ലേ? അവിടുന്ന് ഞാൻ അവളൊന്ന് കണ്ടേച്ചു വരാം. ആ